എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമുക്ക് നമ്മുടെ സരക്കിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ മിനി സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എടുക്കാമെന്ന് കണ്ടു. ഈ മിനി സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു എക്സൽ ഡോക്യുമെന്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിലൂടെ നമുക്ക് എത്ര സെയിൽസ് ആയിട്ടുണ്ട്, ഏത് പേയ്മെന്റ് മെത്തേഡിൽ എത്ര പേയ്മെന്റ് വന്നിട്ടുണ്ട് എന്നത് കാണാൻ കഴിയും. അതിനായി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഷോർട്ട് കട്ട് വഴി ഈ മിനി സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മുകളിൽ വലതുവശത്ത് കാണുന്ന ഐക്കൺ കാണുന്നില്ലേ, അതിൽ നിങ്ങൾ എവിടെയെങ്കിലും കളക്ട് ചെയ്താലും ആ പീരീഡിൽ നൽകിയ എല്ലാ ബില്ലുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഈയിടെ ജനറേറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നാം ഏത് തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകാമെന്നത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഉദാഹരണത്തിന് ഇത് ബിൽ ഹിസ്റ്ററി സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ബിൽ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ബില്ലുകളും ഇവിടെ കാണാം. അതാണ് ഇത് ഒറ്റ നോട്ടത്തിൽ ബിൽ ഹിസ്റ്ററി. ഈ ഓവറോൾ ബിൽ ഹിസ്റ്ററിയിൽ നിന്ന് നോക്കിയാൽ അവിടെ ദിവസങ്ങൾ, അതായത് ഒരു ദിവസത്തിൽ എത്ര ബില്ല് വന്നിട്ടുണ്ട് എന്നത് ഇവിടെ കാണാൻ കഴിയും. ഇത് GST റിപ്പോർട്ടാണ്. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ റിപ്പോർട്ട് എടുക്കുന്നതിലൂടെ എത്ര GST നാം ഇതിനകം പേ ചെയ്തിട്ടുണ്ട്, എത്ര GST ഇനി നാം പേ ചെയ്യണമെന്നതും നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവും. ഇത് ഓവറോൾ GST റിപ്പോർട്ടാണ്. ഈ ഓവറോൾ GST റിപ്പോർട്ട് എടുത്ത് 1-ാം തീയതി നിന്ന് 30-ാം തീയതി വരെ സെലക്ട് ചെയ്യുമ്പോൾ 11 ദിവസത്തിനുള്ളിൽ എത്ര GST വന്നിട്ടുണ്ടെന്ന് നാം ഇവിടെ കാണാം. അടുത്തത് നോക്കിയാൽ മോസ്റ്റ് സെയിൽ, അതായത് നമ്മുടെ കടയിൽ നിന്ന് ഏത് ഐറ്റം കൂടുതലായി വിറ്റുപോകുന്നു എന്ന റിപ്പോർട്ട് ഇതിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും. ഇത് ആൾ കസ്റ്റമേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പ്രായം, അവർക്ക് എത്ര പേയ്മെന്റ് ബാക്കിയുണ്ട്, എത്ര ലോൺ ബാക്കിയുണ്ട്, എത്ര അഡ്വാൻസ് തുക അവർ പേ ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. ഇത് ഓൺലൈൻ കസ്റ്റമർ ലിസ്റ്റ് നമുക്ക് എടുക്കാം. അതിനാൽ ഈ വഴി നമുക്ക് ഓൺലൈനിൽ എത്ര കസ്റ്റമേഴ്സ് എത്ര ഓർഡറുകൾ നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കാണാൻ കഴിയും. ഇത് അവരുടെ സെയിൽസ് റിപ്പോർട്ടാണ്. ഈ ഹൗർലി സെയിൽസ് റിപ്പോർട്ട് വഴി രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ ഓരോ മണിക്കൂറിലും എത്ര സെയിൽസ് നടന്നിട്ടുണ്ട്, അതിൽ എത്ര ലാഭം വന്നിട്ടുണ്ട് എന്നതെല്ലാം നമുക്കിതിൽ കാണാൻ കഴിയും. ഇത് മുഖ്യമായും പീക്ക് അവേഴ്സ് എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കും. പീക്ക് അവേഴ്സിൽ എത്ര സെയിൽസ് നടന്നിട്ടുണ്ട് എന്നത് കാണാം. അടുത്തത് കാറ്റഗറി വൈസ് റിപ്പോർട്ട്. നമ്മുടെ കടയിൽ പല കാറ്റഗറികൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ സ്റ്റാർട്ടേഴ്സ്, മെയിൻ ഡിഷ്, മീൽസ്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എന്നിങ്ങനെ. ഇങ്ങനെയുള്ള 11 കാറ്റഗറികളിൽ എത്ര റവന്യൂ വരുന്നു എന്നത് നമുക്ക് കാണാം. താഴെ കാണുന്നത് പ്രോഡക്റ്റ് സ്റ്റോക്ക് റിപ്പോർട്ടാണ്. ഈ പ്രോഡക്റ്റ് സ്റ്റോക്ക് റിപ്പോർട്ടിൽ നമുക്ക് നൽകുന്ന സമയത്ത് എത്ര ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെന്ന്, ആ പീരിയഡിൽ എത്ര ഉപയോഗിച്ചുവെന്ന്, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് എല്ലാം കാണാൻ കഴിയും. അതാണ് ഈ പ്രോഡക്റ്റ് സ്റ്റോക്ക് റിപ്പോർട്ട്. താഴെ കാണുന്നത് സ്റ്റോക്ക് അവൈലബിലിറ്റി റിപ്പോർട്ടാണ്. ഈ സ്റ്റോക്ക് അവൈലബിലിറ്റി റിപ്പോർട്ട് വഴി നമുക്ക് എത്ര കൗണ്ട് ഉണ്ടെന്ന് അറിയാൻ കഴിയും. വിൽപ്പനയും മറ്റ് സ്റ്റോക്കുകളും ഇപ്പോഴും ലഭ്യമായിരിക്കുന്നു ഗോഡൌണിൽ എന്നതും നോക്കാം. അതിനാൽ ഈ പ്രോഡക്റ്റ് സ്റ്റാർട്ട് റിപ്പോർട്ടിനും സ്റ്റോക്ക് ഡിഫറൻസ് എന്നതും നോക്കുമ്പോൾ പ്രോഡക്റ്റ് സ്റ്റോക്ക് എന്നത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റാർട്ട്, ക്ലോസ് സ്റ്റോക്ക് എന്നിവ പരിശോധിക്കാൻ കഴിയും. സ്റ്റോക്ക് അവൈലബിലിറ്റിയിൽ പോയാൽ മൊത്തത്തിലുള്ള എല്ലാ സ്റ്റോക്കുകളിലും എത്ര സ്റ്റോക്ക് ലഭ്യമാണ് എന്ന് നോക്കാൻ കഴിയും. ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ നമ്മൾ ബില്ലിംഗ് ചെയ്യും. റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഈ ബിൽ ലിസ്റ്റ് റിപ്പോർട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ജനറേറ്റർ കൊടുക്കണം. ജനറേഷൻ നൽകിയ ഉടനെ നിങ്ങൾക്കൊരു അലേർട്ട് വരും. ഇവിടെ വന്ന് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ അത് ഈ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരും. അതായത് നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം സിങ്ക് ആയിരിക്കണം. സർവറിൽ സിങ്ക് ആണെങ്കിൽ മാത്രമേ സർവറിൽ നിന്ന് ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യപ്പെടൂ. ജനറേറ്റ് ആവാൻ നിങ്ങൾ ലോങ് റിപ്പോർട്ട് കൊടുക്കണം. കുറച്ച് സമയമെടുക്കും. അതിനാലാണ് സ്ക്രീനിൽ പോയിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണിച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യൂ, നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിരിക്കും. ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആ എക്സൽ നിങ്ങൾക്ക് തന്നെ ഓപ്പൺ ചെയ്യണമെങ്കിൽ എക്സൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നോക്കിയാൽ പല ആപ്പുകളും ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിലുള്ള ഏത് ആപ്പും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ ഈ അമ്മണ്ണെ സെൻറ്റർ ചെയ്തിരിക്കുന്നു. ബിസിനസ് നെയിം ലിവിങ്സ്റ്റോൺ എന്നത് ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, ഡെസ്ക്ടോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാഫ്. ഈ രീതിയിൽ നിങ്ങൾക്ക് 3 അക്കൗണ്ടിലും വേർതിരിച്ച് കാണിക്കും. ഇപ്പോൾ ഈ അക്കൗണ്ട് ഈ ഡിവൈസിൽ നിന്ന് പോസ്റ്റ് ചെയ്ത ബിൽ കൗണ്ട് എത്ര, അതിൽ എത്ര തുകയ്ക്ക് സെയിൽസ് നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണാൻ കഴിയും. അതിന് കീഴിൽ നോക്കിയാൽ ഇപ്പോൾ ഈ ഓണർ അക്കൗണ്ട്, അതായത് ആ ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് ബില്ല് പോസ്റ്റ് ചെയ്യുമ്പോൾ പേയ്മെന്റ് വിഭാഗത്തിൽ BEM വഴി എത്ര തുക വന്നിട്ടുണ്ട്, ക്യാഷായി എത്ര തുക വന്നിട്ടുണ്ട്, നൺ പേയ്മെന്റ് വിഭാഗത്തിൽ എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നതും കാണാം. UPI വഴി എത്ര തുക വന്നിട്ടുണ്ടെന്നതും ഇങ്ങനെ നമ്മൾ കാണാൻ കഴിയും. ഇപ്പോൾ അതേപോലെ നോക്കിയാൽ ലിവിങ്സ്റ്റൺ ആ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഈ ഡിവൈസിൽ നിന്ന് നോക്കിയാൽ ഈ ക്യാഷിൽ എത്ര തുക വന്നിട്ടുണ്ടെന്ന് കാണാം. അതായത് നിങ്ങൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഇതിൽ 11 പേർ ജോലി ചെയ്യുമ്പോൾ അവർ ജോലി ചെയ്യുമ്പോൾ എത്ര ക്യാഷ് വന്നിട്ടുണ്ട്, എത്ര GPയിൽ വന്നിട്ടുണ്ട് എന്നതെല്ലാം ഇതിലൂടെ നമ്മൾ കാണാൻ കഴിയും.
അത് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഓർഡറുകളും കാണാം. ഇവിടെ ഒരു ഇൻവോയ്സ് നമ്പർ, ഓർഡർ എന്നിവ ഡിസ്പ്ലേ ചെയ്യും. ഇതിൽ വിശദമായി 11 ഓർഡറുകൾക്കും ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ എവിടെയാണ് ഡിസ്പ്ലേ ആകുന്നതെന്ന് കാണാം. ട്രാഫിക് ലോസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 0 എന്ന പോലെ നിങ്ങൾക്ക് കാണിക്കും. ഇതിൽ താഴെ നോക്കിയാൽ മൊത്തം തുക ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഈ മൊത്തം തുക നോക്കിയാൽ ഇത് 33,000 ആണ്. ഇതിൽ ലാഭം ഏകദേശം 6,000 രൂപയുണ്ട്. പിന്നെ GST ഇത്രയൊക്കെ തുകയാണ്. GST അടക്കമുള്ള പേപ്പർ പേയ്മെന്റ് ചെയ്യണം. അങ്ങനെ ഈ രീതിയിൽ ഒരു ബിസിനസ്സിനും ഈ റിപ്പോർട്ട് വഴി നാം എല്ലാം പരിശോധിക്കാം. ഇപ്പൊ അടുത്തതായി നോക്കിയാൽ നാം മോസ്റ്റ് സെൽ എന്ന റിപ്പോർട്ട് എടുക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മിനി സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വീണ്ടും ഒരു ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ചില തീയതികൾ നൽകണമെങ്കിൽ ബില്ലിംഗ് സ്കീമിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഏത് തീയതി വേണമെങ്കിലും, ഉദാഹരണത്തിന് എനിക്ക് 15-ാം തീയതിയിൽ നിന്ന് 15-ാം തീയതിയിൽ നിന്ന് അത് കറണ്ട് തീയതി വരെ വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അതിനുള്ള റിപ്പോർട്ട് മാത്രം നാം ജനറേറ്റ് ചെയ്ത് ഈ പീരിയഡിൽ ഏറ്റവും കൂടുതൽ സെയിലായത് റിസൈനിങ് ഓർഡറിൽ എനിക്ക് വേണമെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാം. ജനറേറ്റ് കൊടുക്കുന്നു. എനിക്ക് ആ റിപ്പോർട്ട് ജനറേറ്റ് ആയി. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ 1 kg ബിരിയാണി എത്ര കൗണ്ട് സെയിലായുണ്ട്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി 24 സെയിലായുണ്ട്. ഈ കൗണ്ടിന്റെ വയസ്സും നാം നോക്കാം. മൊത്തം എത്ര കൗണ്ട് സെയിലായിട്ടുണ്ടെന്നും ഓരോന്നിൻ്റെയും വ്യക്തിഗത സെയിൽസ് എമൗണ്ട് നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ഇതിലൂടെ നിങ്ങളുടെ കടയിൽ കൂടുതൽ സെയിലാവുന്ന ഉൽപ്പന്നം ഏതാണ്, കുറവായി സെയിലാവുന്നത് ഏതാണെന്നതും നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. ശരി, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിക്കാം. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടൂ. നന്ദി.